സോ ഹായ്. ഇന്ന് നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിന്ന് എടുത്ത ട്രേഡ്സ് എന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ലാഭം ഉണ്ടായിട്ടുണ്ട്, നഷ്ടം ഉണ്ടായിട്ടുണ്ട്. സോ അത് എങ്ങനെയാണ് ട്രേഡ് എടുത്തത്, എന്ത് കൺവിക്ഷനിലാണ് ട്രേഡ് എടുത്തത്, അല്ലെങ്കിൽ ഈ ട്രേഡ്സ് ഇനി ഫ്യൂച്ചറിൽ ഏത് രീതിയിലായിരിക്കും വർക്ക് ആവാൻ ചാൻസ്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമ്മൾ കറൻ്റ്ലി വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് ഒരു 6% വീണ്. ഇപ്പം സമയം വന്നിട്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച 3 മണി, അതായത് 4/6/2024 3 മണി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് കറൻ്റ്ലി ഒരു 6% വീണ് 1500 പോയിന്റ് 1450 പോയിന്റിന് അടുപ്പിച്ച് വീണാണ് നിൽക്കുന്നത്. സോ നമ്മൾ എടുത്ത ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ, അതായത് എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വന്നിട്ട് ഒരു 5%, 4% 5% അടുപ്പിച്ച് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അത് യൂഫോറിക് സ്റ്റേജ് ആയിരുന്നു. അപ്പം എല്ലാവരും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കൺവിക്ഷൻ ആയിരുന്നു. കാരണം എക്സിറ്റ് പോളുകളിൽ വന്നിട്ട് 400 സീറ്റൊക്കെ BJPക്ക് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ബുള്ളിഷ് വ്യൂവിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വന്നിട്ട് ഈ എക്സിറ്റ് പോളുകൾ കണ്ടിട്ടൊരു അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ 22,500 പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തിങ്കളാഴ്ച ഒരു രണ്ട് മണിയാണോ, 2 മണിയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് 22,500 ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫോൾ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു റിസൾട്ട്. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, എക്സിറ്റ് പോളുകൾ സത്യമാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. സോ അതുമല്ല, FIIs റീസെൻ്റ് ആയിട്ട് ഭയങ്കര ബിയറിഷ് ആയിരുന്നു. അവർ ഭയങ്കര ബൾക്ക് സെല്ലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ മാർക്കറ്റിന് ഒരു ഫോൾ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും വലിയൊരു ഫോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 22,500 ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 22,500 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 22,500 പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഒരു 8,000 രൂപ അടുപ്പിച്ച്, 7,900 രൂപ അടുപ്പിച്ച് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, അതായത് ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ഓപ്പൺ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പൺ ചെയ്ത് ഒരു ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഭയങ്കര ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നിയപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ 22,500 പുട്ട് ഓപ്ഷൻ നമ്മൾ 8,000 രൂപ അടുപ്പിച്ച് 7,900 രൂപയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വ്യൂ എന്തായെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വന്നിട്ട് ലോങ് ടേമിൽ, അതായത് ഇപ്പം റിസൾട്ടുകൾ ഇപ്പം 10 മണിയായപ്പോൾ ഓൾമോസ്റ്റ് റിസൾട്ടിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടി. ഇപ്പം BJP എന്തായാലും ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു വിക്ടറിയിലോട്ട്, അതായത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലോട്ട് പോകുന്നില്ല എന്നൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടി. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേമിൽ മാർക്കറ്റ് ഈ ഒരു വർഷം വന്നിട്ട് 26,000 25,000 ഒന്നും ക്രോസ് ചെയ്യാൻ സാധ്യതയില്ല എന്നൊരു വ്യൂവിൽ വന്നിട്ട് ഡിസംബർ 26, ശ്രദ്ധിക്കണം, 26 ഡിസംബറിനുള്ള 26,000 രൂപയുടെ കോൾ ഓപ്ഷൻ. അപ്പോൾ മാർക്കറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 22,800 റേഞ്ച് നിന്നപ്പോഴത്തേക്കും 26,000 രൂപയുടെ കോൾ ഓപ്ഷൻ ഡിസംബർ ലാസ്റ്റ് വീക്ക് എക്സ്പയറി നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വന്നിട്ട് കറൻ്റ്ലി നമുക്കൊരു 11,000 രൂപയുടെ ലാഭമാണ് കാണിക്കുന്നത് ഓൾമോസ്റ്റ്. എന്നിട്ട് അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം 26,000 രൂപയുടെ കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തത് നേക്കഡ് സെല്ലിംഗ് ആണ്. അപ്പം നേക്കഡ് സെല്ലിംഗ് ആയിട്ട് നമുക്ക് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 26 ഡിസംബർ എന്ന് പറയുമ്പം ഇനിയും ഒരു 7 മാസമുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് നാളെ നേക്കഡ് സെല്ല് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 28,000 രൂപയുടെ കോൾ ഓപ്ഷൻ 55 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഹാഫ് ഷെയറെ ബൈ ചെയ്തിട്ടുള്ളായിരുന്നു. ഇത് 100 ഷെയർ ബൈ ചെയ്തിട്ടുണ്ട്, 200 ഷെയർ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്യുമുലേറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10,200 രൂപയുടെ ലാഭമുണ്ട്. നമ്മൾ ചെയ്ത 28,000 രൂപയുടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ള കോൾ ഓപ്ഷൻ വന്നിട്ട് ഒരു 740 രൂപയുടെ. അപ്പോൾ ആ ട്രേഡ് നമ്മുടെ കൺട്രോളിലാണ്, ഫേംലി ഇൻ കൺട്രോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ട്രേഡ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴത്തേക്കും പ്രീമിയം ഭയങ്കരമായിട്ട് കൂടി. അതായത് ലോങ് ടേം ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ ഡിസംബർ എക്സ്പയറി വന്നിട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. 200 ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 18,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ 26 ഡിസംബർ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിപ്പം നമ്മൾ ഹെഡ്ജ് ബൈ ചെയ്ത് ഒരു 1,500 രൂപയുടെ ലാഭം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുട്ട് ഓപ്ഷൻ വന്നിട്ട് 7,200 രൂപയുടെ നഷ്ടമാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ ഈ പുട്ട് ഓപ്ഷൻ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ 26 ഡിസംബർ എക്സ്പയറി സെല്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്റ്റീപ്പായിട്ടൊരു ഫോൾ സംഭവിച്ചു. അത് ഓൾമോസ്റ്റ് ഒരു 5% ഇവിടെ ഫോൾ വന്നു. അതായത് നമ്മൾ എടുത്തതിന് ശേഷം, അതായത്
ആ സമയത്ത് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 23,000 രൂപ അടുപ്പിച്ചില്ല ആ നഷ്ടം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ 6 ജൂൺ, അതായത് ഇന്ന് 4-ാം തീയതിയാണ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 4-ാം തീയതിയാണ്. അപ്പം 4 കഴിഞ്ഞിട്ട് 5, 6, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി, അതായത് ഈ വീക്ക് എക്സ്പയറിയിലുള്ള 21,500 പുട്ട് ഓപ്ഷൻ, അതായത് 21,500. സോ ഈ റേഞ്ചിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ വന്നിട്ട് 21,500, അതായത് ഈ റേഞ്ചിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ വന്നിട്ട് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തപ്പോൾ ഈ ഒരു ഫോൾ വന്നപ്പോൾ പോലും നമ്മൾ ആ ഫോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു 5,000 രൂപ നമ്മൾ അവിടെ ബുക്ക് ചെയ്തു. ഇവിടെ ഒരു 5,000 രൂപ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 5,000 രൂപ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഹെഡ്ജ് നമുക്ക് പ്രശ്നം വന്നില്ല. ഐ മീൻ ഈ ഒരു ട്രേഡ് ഉണ്ടല്ലോ, ഒരു 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ്റെ ഈ ട്രേഡിൽ നമുക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. സോ കറൻ്റ്ലി നമ്മൾ നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പിന്നെ അതല്ലാതെ വേറൊരു കാര്യം കൂടി ചെയ്തു. അപ്പം നമ്മൾ ഇപ്പം മാർക്കറ്റ് വന്നിട്ട് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പം നമുക്ക് നേക്കഡായിട്ട്, ഐ മീൻ നമ്മൾ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അതിനെ ഒന്ന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ 21,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ 6 ജൂൺ, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ കറൻ്റ്ലി 2,800 രൂപയുടെ നഷ്ടമാണ്. അത് മേ ബി നമുക്ക് 4,500 രൂപയുടെ നഷ്ടം വരുമെങ്കിൽ, പക്ഷേ ഫൈൻ, നമ്മളൊരു ഹെഡ്ജിങ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇനി 2 ദിവസം കൊണ്ട് മാർക്കറ്റിൽ എന്തുവേണോ സംഭവിക്കാം. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ മൂവി തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ ഗവൺമെൻറ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പം NDA സർക്കാർ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരാവും എന്ന് നമുക്ക് ഉറപ്പില്ല. മാർക്കറ്റ് ഇനിയിപ്പം നാളെ ഇന്ന് ഓവർനൈറ്റ് കൊണ്ട് എടുക്കുന്ന ഡിസിഷൻ നാളെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ഫാക്ടർ നമുക്ക് ഡൗൺ സൈഡിൽ എപ്പോഴും ഉണ്ട്. മാർക്കറ്റ് നാളെ ഒരു 5% ഡൗൺ മൂവ് ആയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ ബ്ലീഡ് ചെയ്യും, ലിറ്ററലായിട്ട് ബ്ലീഡ് ചെയ്യും. ഹെഡ്ജ് എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഇത് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ 6 ജൂൺ എക്സ്പയറിക്ക് നമ്മൾ ജസ്റ്റ് ബൈ ചെയ്തിട്ടിട്ടുണ്ട്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ 26 ഡിസംബറിന് ഒന്ന് സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ബൈ ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് നാളെ ഒരു ഭയങ്കര ഒരു ഗ്യാപ് ഡൗണോ അങ്ങനെ സ്റ്റീപ്പ് ഫോളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 6 ജൂണിനുള്ള പുട്ട് ഓപ്ഷൻ, ബൈ ചെയ്തിട്ടുള്ള പുട്ട് ഓപ്ഷൻ നമ്മളെ സേഫ് ആക്കിക്കോളും. അപ്പം അങ്ങനെ ആ ഒരു കൺവെൻഷനിലാണ്. സോ ഓൾ ടുഗെദർ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇലക്ഷൻ വോളറ്റിലിറ്റി അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ലോങ് ടേം ഓപ്ഷൻ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അൺലിമിറ്റഡ് റിസ്ക് ഇല്ല എന്നൊക്കെ ചോദിച്ച് നമ്മൾ എടുത്ത ഉദ്ദേശം വേറെ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ വിക്സ് നോക്കുക, വിക്സ് വന്നിട്ട് 32.64%. ഞാൻ വിക്സിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വിക്സ് ഇന്ന് കൊണ്ട് മാത്രം 32.64% മുകളിലോട്ട് പോയിട്ടുണ്ട്. 32.64% മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം 28 രൂപയിലാണ് വിക്സ് നിൽക്കുന്നത്. സോ 2 ദിവസം കൊണ്ട് ഈ പറയുന്ന ഒരു അൺസർട്ടനിറ്റീസ് സെറ്റിൽ ആവുന്ന സമയത്ത് വിക്സ് ക്രാഷ് ആവും. അതായത് നമ്മൾ IV ക്രാഷ് എന്ന് പറയും, ടെക്നിക്കലി പറയുവാണെങ്കിൽ. അപ്പോൾ IV ക്രാഷ് സംഭവിക്കുമ്പോഴത്തേക്കും ബേസിക്കലി സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ലോങ് ടേം ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഡിക്കെ ആവുന്നില്ല, പ്രീമിയം ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ IV ക്രാഷ് സംഭവിക്കുമ്പോഴത്തേക്കും ഈ ലോങ് ടേം ഓപ്ഷൻസിൻ്റെ പ്രീമിയം കുറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഈ 20,000 രൂപയുടെ പുട്ട് ഓപ്ഷനൊക്കെ നമുക്ക് പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉണ്ട് എന്നൊരു പ്രോബിലിറ്റിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റിൽ ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഫോൾ, ഐ മീൻ നിഫ്റ്റി നാളെ വീണ്ടും ഒരു 5% വീണ് കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി ബ്ലീഡ് ചെയ്യും. പക്ഷേ അതിനെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ജൂൺ അടുത്ത ഈ ആഴ്ചത്തെ എക്സ്പയറിയുടെ ട്രേഡ് നമ്മൾ ബൈ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഭയങ്കരമായിട്ടുള്ളൊരു ഫോൾ സംഭവിച്ചാൽ പോലും അത്യാവശ്യം നമുക്ക് രക്ഷപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അപ്പം അതാണ് ഇന്ന് ഇലക്ഷൻ്റെ ഈ ഒരു വോളറ്റിലിറ്റി എങ്ങനെയാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇനിയിപ്പം നാളെ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം, പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളൊരു റിസ്ക്, ഒരു ചെറിയ അറേ ഓഫ് റിസ്ക് എന്തായാലും ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ഷൻ്റെ ഒരു വോളറ്റിലിറ്റി അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത് ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ, 20,000 രൂപയുടെ പുട്ട് ഓപ്ഷൻ നമ്മൾ ഡിസംബറിൽ സെല്ല് ചെയ്തിട്ടുള്ളതും, അതേ കണക്ക് 26,000 രൂപയുടെ കോൾ ഓപ്ഷൻ 26 ഡിസംബർ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു 6,000 പോയിന്റ് റേഞ്ചുണ്ട്. അപ്പം ഈ ഒരു 6,000 പോയിന്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇനി ഒരു 5-6 മാസത്തിനിടയ്ക്ക് നിൽക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു 10,65,000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതാണ്. സോ അത് എങ്ങനെ വർക്ക് ആവും